അപ്പോൾ ഇന്നത്തെ പാചക വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു ചൂരക്കറിയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. സവാള, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് സവാള ഇതിൽ അരച്ച് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള നമ്മൾ എല്ലാ സാധനങ്ങളെല്ലാം കൂടി അതിലേക്കിട്ട് മിക്സിയിലേക്കിട്ട് അരയ്ക്കാൻ പോവുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളിടാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഉലുവ ഇട്ടു, കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇടുമ്പോൾ വളരെ സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ ഫോണൊക്കെ പണി കിട്ടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം വീഡിയോ എടുക്കാൻ. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും സവാളയും ഇഞ്ചിയും ചേർത്ത അരപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചു. സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേർത്ത അരപ്പ് അതിലേക്ക് ഒഴിച്ചു. പച്ചക്കുരുമുളക് ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. പച്ചക്കുരുമുളക് ചേർക്കുന്നത് കറികൾക്ക് സ്വാദ് കൂട്ടുന്നതിന് വളരെ നല്ലതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചക്കുരുമുളകും ചേർത്താണ് അരച്ചത്. പച്ച മണം മാറുന്നത് വരെ നമ്മൾ ആ അരപ്പ് നല്ലോണം ചെറു തീയിൽ ഇളക്കി കൊടുക്കുക. പച്ചമണം മാറണം. കുരുമുളകിൻ്റെയും ഒക്കെ ആ ഒരു പച്ച മണം, അരച്ച മസാലയുടെ ആ പച്ച മണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് പൊടിവർഗ്ഗങ്ങളിടാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടു. മുളക് പൊടി 1 സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി. 2 സ്പൂൺ, 3 സ്പൂൺ മുളക് പൊടി ഇട്ടു. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ട് ഇളക്കി, വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ അരച്ച മസാലയ്ക്കകത്ത് ചേരുവകൾ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. മല്ലിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക.